കൂനിച്ചി കൊണ്ടോട്ടി മലയാണ്. മഴ വന്നു, മഴ മഴ ഉണ്ട്. രാത്രി ഉറങ്ങാൻ പറ്റില്ലെന്ന് കേറി പോകുന്ന വഴി അതാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ യാത്ര കൂനിച്ചി മലയിലേക്കാണ്. നമ്മുടെ ട്രക്കിംഗ് ആണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആരൊക്കെ ഉണ്ടെന്ന് നോക്കാം. സന്തോഷ് പോ, ഓക്കെ അല്ലേ? ഓക്കെ. ഋഷി സെറ്റല്ലേ? പോണ്ടേ? ഷാനു ഓക്കെ. പിന്നെ അനൂപ് ഓക്കെ. അപ്പൊ ഇനി ബാക്കിയുള്ളവർ റെഡിയായി ഇറങ്ങുന്നുണ്ട്. ആദ്യം ഇത് നമ്മുടെ വണ്ടിയാണ്, അറിയാലോ. ഇത് നമ്മുടെ വണ്ടിയാണ്. ബാക്കിൽ നമ്മുടെ പേരൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ കൂടെയുള്ള ഷാനുവിൻ്റെ വണ്ടിയാണ്. ഇപ്പോൾ ഒരാഴ്ച ആയിട്ടുള്ളൂ ഷാനുവിൻ്റെ വണ്ടി ഇറങ്ങിയിട്ട്. കീർത്തിയും റെഡിയായി വന്നിട്ടുണ്ട് ഇല്ലേ? കീർത്തി വന്നിട്ടുണ്ട്. ഓ ഭയങ്കര കടുപ്പം. ഓ ഏറ്റവും ടോപ്പ് വരെയാണ്. ഓക്കെ, അപ്പോൾ പോവാം, നമുക്ക് പോവാം. നമ്മൾ ഇറങ്ങിയ സമയം ചൂട് കൂടുതലാണ്. അപ്പോൾ ഒന്ന് തണുപ്പിക്കണ്ടേ? അതിന് വേണ്ടിയിട്ട് ഷാർജ ഷേക്ക്. അപ്പോൾ ഒരാൾക്ക് കിട്ടിയില്ല, വെയിറ്റിങ്ങിലാണ്. ഇവിടെ എല്ലാരും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. ജാനി ഇവിടെ പേരൊക്കെ തിന്നെയാണ്. ജാനി ഉറക്കമൊക്കെ കഴിച്ച് അടുത്ത കാർ വരുന്നുണ്ട്. ആദ്യം മാറിയെന്നോ? ഋഷി പെറ്റിക്കോട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. സൗണ്ടൊക്കെ തിരിച്ചു കിട്ടിയ ആശാനെ? നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തു, എല്ലാരും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മേളിലോട്ട് പോവാം. ഹായ് അപ്പൂസ്. യെസ്. അങ്ങനെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതുവഴിയാണ് പോകാനുള്ളത്. ഉണ്ടല്ലോ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത് താഴെയാണ്. ഇനി നമുക്ക് ഇതുവഴി മേളിലോട്ട് പോകണം. ഓക്കെ, പൊക്കോ. പോട്ടെ അഖിൽ. ഹായ്. ഓക്കെ, പോവാം. നമ്മൾ കയറുന്ന സ്പോട്ട് കാണിച്ചു തരാം. ഇവിടെ നല്ലൊരു വ്യൂ ആണ്, കാണിച്ചു തരാം. നമുക്ക് പോകാനുള്ള വഴി ഇതാണ്. നമ്മൾ മല കയറുന്ന സ്പോട്ട് ഇതാണ്. ഇതിന് ടോപ്പിലാണ് നമ്മൾ പോകുന്നത്. പക്ഷെ പോകുന്ന വഴി ഇതാണ്. ഇവിടെ വേറെ പൊതുവാണ്. നമുക്കുള്ള റൂട്ട് ഇതാണ്. എന്ന് വെച്ചാൽ കല്ലുകളും മുള്ളുകളും എന്ന് പറയുന്നത് പോലെയാണ് വഴി. നമുക്ക് ബൈക്ക് കയറി പോകാം അത്യാവശ്യം. ഇന്ന് ഒത്തിരി ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു. കേട്ടോ, ബൈക്കുകളൊക്കെ കുറേ ഇരിപ്പുണ്ട്. മുകളിൽ റിസോർട്ടുണ്ട്. അത് കഴിഞ്ഞ് കയറി പോകുന്ന വഴി അതാണ്. അമ്മേ പൊളി, കാണിച്ചു തരാം. ഇത് ഞാൻ എന്നാലും ഓടിക്കയറിയാലേ പെട്ടെന്ന് എത്താൻ പറ്റുള്ളൂ. ഏറ്റവും ഫ്രണ്ടിൽ നിന്ന് പോകാം, നമ്മൾ ആദ്യം എത്താം. വെള്ളച്ചാട്ടം ഉണ്ട്. ഇതിപ്പോ നമ്മളെ പദം വരും. എവിടെയാണ് പോണേ? ഞാനേ എവിടെയാണ് പോണേ? അയ്യോ, മല കയറി പോണതാ? ഇല്ല, പോയ വഴി കഴിഞ്ഞ ആഴ്ച പോയ വഴി പോയാ പോരെ? ഓക്കെ. യെസ്, ഞാൻ അതേനേട്ടാ. ആ എന്റെ പദം വന്നു ഞാൻ ഇവിടെ വന്നപ്പോ. അത് ഇല്ല, അങ്ങനെ ഇതിന് മുകളിലാണ് റിസോർട്ട്. നമുക്ക് പോകാനുള്ള വഴി ഇത്. എന്ന് വെച്ചാൽ ഇതുവഴി പോയി കഴിഞ്ഞാൽ നമുക്ക് കാട്ടിലൂടെ കയറി പോവാം. പക്ഷേ ഇതുവഴി കയറിയാൽ റിസോർട്ട് വഴിയാണ്. അതുകൊണ്ടാണ് നമ്മൾ കാട്ടിലൂടെയുള്ള യാത്രയ്ക്ക് വേണ്ടി പോകുന്നത്. അത് വേണ്ട, കുറച്ച് ദൂരം വന്നപ്പോൾ എല്ലാവരും തളർന്നു. പക്ഷേ ഇതുവഴി കയറിയാൽ ആ ഒരു ഫീലുള്ളൂ. അതാണ് നമ്മൾ ഇതുവഴി തന്നെ വന്നത്. അപ്പോൾ ഇനി നമ്മുടെ എൻട്രൻസ് ഇതുവഴി ഇനി കാട്ടിലൂടെ പോകുന്നതിനുള്ള ഒരു എൻട്രൻസ് ഉണ്ട്. അത് കാണിച്ചു തരാമേ. അപ്പോൾ സൗണ്ട് വരുന്നില്ല. എന്നാലും നമ്മൾ മേളിൽ കയറിയെത്തും. ഇത് മുകളിലോട്ട് വേറെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലേക്ക് പോകുന്ന വഴിയാണ്. നമുക്ക് പോകാനുള്ള ഇത് വഴിയാണ്. കണ്ടോ, നല്ല തണുത്ത വെള്ളമാണ് ഇവിടുത്തത്. അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട്. തണുപ്പ് എങ്ങനെയുണ്ട് ബ്രോ? വെള്ളം തണുപ്പുണ്ടോ? അതാണ് നല്ല തണുത്ത വെള്ളമാണത്. കാരണം അത് തന്നെ ഫുള്ള് അങ്ങനെയൊന്നും ആനയൊന്നും ഇറങ്ങുന്നില്ല. ആനശല്യമൊന്നുമില്ല.
അപ്പോൾ നല്ല തണുത്ത വെള്ളമാണ്. നമുക്ക് ഇതുവഴിയാണ് കയറി മുകളിലോട്ട് കയറി പോകണം കാട്ടിലൂടെ. ഓക്കെ. ഓ അതുവഴി തന്നെ, ഇതുവഴി തളർന്ന. ഓ അന്ന് റിസോർട്ടിൻ്റെ അതുവഴിയാണ് കയറി, അതുവഴി മുകളിലോട്ട്. ഇതിന് മുകളിലോട്ട് ഒരു 200 മീറ്റർ പോകുമ്പോൾ മറ്റേ കുളത്തിലെ ഫാം ഹൗസ്. ഇത് തന്നെ കിടിലം വഴി. നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇതുവഴി കയറി, കിടിലം വഴി. എന്തായാലും കയറി നോക്കാം മുകളിലോട്ട്. വാ യാ ചാടി കയറിക്കോ, ചാടിക്കോ. എന്തായാലും അമ്മേ അതാണ് ആ മഴ ഇവിടെ ഇങ്ങ് എത്തിയാ പൊളിച്ച്. നോക്കിടേ ഇപ്പൊ ഇപ്പൊ വീണു വരും. നോക്കാറ് മഴക്കോൾ വരുന്നുണ്ട്, നല്ല ഇരുട്ടായി തുടങ്ങി. എന്തായാലും നമ്മളിപ്പോ സമയം എന്ന് പറയുന്നത് ഏകദേശം 4 മണി. എത്ര മണിയായി ബ്രോ? 4 മണിയായി. അതാണ് 4 മണിയായി. അപ്പോൾ വെള്ളത്തെ ഇങ്ങനെ ഒരു 4:30 നമ്മൾ ഇനി കയറി പോകുമ്പോൾ നല്ല കാട്ടിലാണെന്നുള്ളൊരു ഫീൽ വരും. ആ കണക്കിനുള്ള വഴിയുണ്ട്, കാണിച്ചു തരാമേ. അതെ തന്നെ, പെരുമ്പാമ്പിന്റെ സ്ഥലമോ? ആണോ? പാറ ഇരിക്കുന്ന വഴി. അമ്മേ കൊള്ളാം കേട്ടോ, നല്ല സ്ഥലം. മഴ പെയ്ത് കഴിഞ്ഞാൽ നനയില്ല. ഈ സ്പോട്ടിൽ നന്നായിട്ട് ഒതുങ്ങാം. കണ്ടോ, ഇവിടെ മഴ നനയില്ല ഇതിനടി ഭാഗത്ത്. അങ്ങനത്തെ സ്പോട്ടാണ്. ഇനി ഈ കാട്ടിൻ്റെ ഇടയിൽ കൂടെ എല്ലാം നമുക്ക് പോകാനുള്ളത്. എല്ലാവരും വാ. ഞാൻ കാണിച്ചു കൊടുത്തു. കണ്ടോ, ഇതിനകത്തൂടെ നമുക്ക് പോകണം. ഒരാൾക്ക് അങ്ങോട്ട് പോവാം, അതാണ് വഴി. ബാക്കി 2 സൈഡ് മുള്ളുകളൊക്കെയാണ് ഉള്ളത്. നോക്കി വന്നാൽ അപ്പോൾ അതൊക്കെ വന്നോ. അയ്യോ ഞാൻ തന്നെ പോണം. അങ്ങനെയുണ്ട് എൻ്റെ പൊന്നെ. യെസ്, നമ്മൾ വന്നതും മഴ തുടങ്ങി. പാറ എത്തിയില്ല, ഇനി മുകളിലോട്ട് പോകണം. ഇതുവഴി മുകളിൽ ഇവിടെ 2 മിനിറ്റ് ഇരുന്ന് ശ്വാസം എടുത്തിട്ട് പോകണം ഇവിടുന്ന്. തിരിച്ചു അതൊക്കെ അറിയാൻ പറ്റും. മഴ വന്നോ, മഴ. നമ്മളുടെ ആഗ്രഹപ്രകാരം മഴ വരുന്നുണ്ട്. തളർന്ന് എവിടെ എത്തിയപ്പം? തളർന്ന്. എങ്ങനെയാ കാട്ടുവഴികളൊക്കെ? ആ വഴിയാണ് പോയത്. നിങ്ങൾ പോയപ്പോ, നിങ്ങൾ വന്നപ്പോഴല്ലേ? അപ്പൊ നമ്മൾ ആഗ്രഹപ്രകാരം മഴ വരുന്നുണ്ട്. ഓക്കെ, വളുവാൽ. അങ്ങോട്ട് എവിടെ പോണം നിങ്ങള്? ഇവിടെ റെസ്റ്റ്, 2 മിനിറ്റ് റെസ്റ്റ്. വഴി വഴി ഇതുവഴിയാണ് പോയി, മരത്തിന്റെ അതുവഴി. 2 മിനിറ്റ് റെസ്റ്റ്, ശ്വാസം എടുത്തിട്ട് പോവാം. റെസ്റ്റ് കഴിഞ്ഞു, ഇനി നമുക്ക് യാത്ര ആരംഭിക്കാം. അമ്മേ കിടിലം കേട്ടോ. യെസ്, അതാണ് സൂക്ഷിച്ച് കയറുക. അപ്പൊ എന്തായാലും വഴി അടിപൊളിയാണ്. കയറി പോയി ശകലം ടാസ്ക് ആണെങ്കിലും ആ ഒരു വൈബ്, കാട്ടിലുള്ള ആ ഒരു വൈബ് ഉണ്ടല്ലോ, അത് നമുക്ക് കിട്ടും. അതിങ്ങനത്തെ യാത്ര പോയാൽ അതാണ്, ഇങ്ങനത്തെ യാത്രകളിൽ മാത്രമേ ആ വൈബ് കിട്ടുള്ളൂ. ഇനി അങ്ങോട്ട് പോകണമെന്ന് ഇറങ്ങിവിടാ. ഓക്കെ, വെള്ളം കൊണ്ടുവരണം ഉറപ്പായിട്ടും. ആദ്യം നോക്കി കമ്പ് നോക്കിക്കൊണ്ടോ. എങ്ങനെയുണ്ട്? ഓളി. ഇനി മുകളിൽ പോകുമ്പോഴാണ് നല്ല വ്യൂ. ഓക്കെ, കയറി വാ. പണ്ട് കാലങ്ങളിലാണ് ഇങ്ങനത്തെ സ്റ്റെപ്പ് ഉള്ളത്. കണ്ടാ, കല്ല് വെച്ചിട്ട് തന്നെ സ്റ്റെപ്പ് ഉള്ളത്. കണ്ടാ, ഒരു കാല് ഇവിടെ ചവിട്ടുക. ഇതൊന്നും ഇപ്പോഴില്ല. നമ്മൾ കഴിഞ്ഞ വന്നപ്പോൾ ഇതുവഴിയാണ് കയറി കേട്ടാ. പക്ഷെ വഴി ഇതാണ്, ഇതുവഴി. മരമല്ലേ, അടിപൊളി. മാവല്ല, കണ്ട മാവ് പോലെ തോന്നുന്നു. മാവല്ല പൂത്തിരിക്കുന്നത്, ഏതോ കാട്ടുമരം മനുഷ്യ. ഇല്ല, ഇതേതോ കാട്ടുമരമാണ്. ഈ മരത്തിന്റെ പേരറിയാന്നുള്ളൊരു കമന്റ് ചെയ്യണേ. മാവല്ല, കാട്ടുമരമാണ്. ഇതിന് എന്തെങ്കിലും പേര് കാണും. ഓക്കെ, അപ്പൊ നമുക്കിനി മുകളിലോട്ട് പോവാം. ആ മലയുടെ മുകളിലാണ് നമുക്ക് പോകാനുള്ളത്. ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. വഴി അത് തന്നെ. ഇനി ഇവിടെ റെസ്റ്റ് 5 മിനിറ്റ്. അപ്പോൾ അടുത്ത റെസ്റ്റിന്റെ സ്പോട്ടെത്തി. കയറി വാ. നല്ല കോട വരുന്നുണ്ട്, ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടും. വന്ന മഴ പോയത് കോട കാരണം അങ്ങണ്ട കോട ഉണ്ട്. നമ്മളെ മുകളിലെത്തുമ്പോൾ കറക്റ്റ് ആയിരിക്കും. വെയിറ്റ് ചെയ്തോ. ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് മുകളിലോട്ട് കയറാം. റഷി ഡാൻസ് കളിക്കണേ. അതാ കിട്ടി, എവിടെയാ കിട്ടി? മണ്ടയിലടിച്ച് സ്വന്തമായിട്ട് മണ്ടയിലടിച്ച്. ആദ്യം എടുത്തോളെ.
അങ്ങനെ ഇവിടുത്തെ റെസ്റ്റ് കഴിഞ്ഞ് നമ്മൾ ഇനി അടുത്ത് വീണ്ടും യാത്ര ആരംഭിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഈ കാട്ടിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഇതുവഴിയൊക്കെ അടിച്ച് പൊളിച്ച് അടിപൊളിയായിട്ട് മുകളിലോട്ടുള്ള വഴിയാണിത്. കണ്ടോ, അങ്ങനെ മുകളിലോട്ടുള്ള വഴി. എല്ലാവരും ഇതാ വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്പോട്ടുകളിൽ ഓരോ പാറകളിലൊക്കെ മഞ്ഞ ലൈൻ അടിച്ചിട്ടുണ്ടായിരിക്കും. അത് കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഓരോ കമ്പ് നിർത്തിയിട്ട് ഓരോ കുപ്പികൾ വെച്ചിട്ടുണ്ട്. അത് എൻ്റെ ചേട്ടൻ പണ്ട് മുകളിൽ കടയുണ്ടായിരുന്നു. ആ സമയത്താണ് അവർ മാർക്ക് ചെയ്തത് പാറയിലൊക്കെ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്പോട്ടുകളിലൊക്കെ കുപ്പി കാണും. കാലുകുപ്പി ഒരു കമ്പിൽ വെച്ചിട്ടുണ്ടായിരിക്കും വഴി അറിയാൻ വേണ്ടിയിട്ട്. ആദ്യം തളർന്നടാ. ഇവിടെ നിന്ന് നടന്ന് ഇവിടെ വന്നതിന് ശേഷം ഇനി പോകാനുള്ള വഴി ഇതാണ്. ഇതിനകത്തൂടെ കയറി മുകളിലോട്ട് പോകണം. ഇനി പോകുന്ന സ്ഥലമാണ് ഞാൻ പറഞ്ഞില്ല ഏറ്റവും മെയിനായിട്ടുള്ള സ്ഥലം. അതായത് അത് ആസ്വദിക്കാൻ കിട്ടിയ നല്ലൊരു ഫീലാണ് ഞാൻ കാണിച്ചത്. മുകളിലോട്ടുള്ള സ്പോട്ടുകൾ താഴെ നല്ലൊരു ഫോട്ടോ എടുക്കാനുള്ള സ്പോട്ട് കിട്ടിയപ്പോൾ എല്ലാവരും താഴെയായി. ആദ്യം ഫ്രണ്ടിൽ നിന്ന് വീഡിയോ എടുക്കാൻ വന്ന് ഞാൻ ശശിയായി, ഇപ്പോൾ പോസ്റ്റായി. അപ്പോൾ കുറച്ച് മുകളിലോട്ട് പോകുമ്പോൾ ഒരു മാവുണ്ട്. കിട്ടില്ല മാങ്ങയാണ് അതിലുള്ള ടേസ്റ്റ്. കഴിഞ്ഞ തവണ നമ്മൾ വന്നപ്പോൾ കുറേ മാങ്ങ ഉണ്ടായിരുന്നു, പക്ഷെ അടക്കാൻ പറ്റില്ല, രാത്രിയായി പോയി. അപ്പോൾ ഇപ്പോൾ കയറി പോകുമ്പോൾ ഉണ്ടെങ്കിൽ നമുക്ക് അടക്കാം, മാങ്ങ ഉണ്ടെങ്കിൽ. ഓക്കെ, അവർ വരുന്നുണ്ട്. നമുക്ക് നല്ല കിടിലം വൈബുള്ള വഴി കാണണ്ടേ. കയറി വാ, കയറി വാ, കയറി വാ. വെൽക്കം ടു ഊട്ടി. ഓക്കെ, ഊട്ടി ഇതാണ് നമ്മളെ കുഞ്ഞുട്ടി. കുഞ്ഞുട്ടി നമ്മൾ പണ്ട് ഇവിടെ വന്നിട്ട് നമ്മുടെ പേരിട്ട് അങ്ങനെയാണ്. നമ്മളിവിടെ ആദ്യമായിട്ട് വന്നില്ലേ, ആ സമയത്ത് നമ്മളിവിടെ കയറിയിട്ട് ഇട്ട പേര് അല്ലേ കീർത്തി, കുഞ്ഞുട്ടി എന്നാണ് ഇട്ട്. യാ ഉണ്ടോ, അടിപൊളിയല്ലേ. ഇങ്ങനെ ആസ്വദിച്ച് കയറിപ്പോ. ഈ ഒരു വൈബ് നമ്മുടെ നാട്ടിൽ കിട്ടില്ല. ഇങ്ങനെയുള്ള സ്പോട്ടുകൾ വന്നാൽ മാത്രമേ ട്രക്കിങ്ങിന് വരുമ്പോഴേ കിട്ടുള്ളൂ. നോക്ക് കണ്ടാ, എങ്ങനെയുണ്ടടാ, അടിപൊളിയല്ലേ. അതാണ്. പിന്നെ ഇത്തിരി കിളി പോകും, അങ്ങനത്തെ റൂട്ടാണ്. നൈസായിട്ട് കയറി പോവുക. എന്താ നോക്കി കയറണേ. ചെറുതായിട്ടൊന്ന് സ്ലിപ്പായതാ. അതാണ് അടിപൊളി. ആദി തിരിഞ്ഞിട്ട് പറയടാ ഇവിടുത്തെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടെന്ന്. അടിപൊളി. അതാണ് എന്താ മൊത്തം ഇതിനിടയിൽ കൂടെ കയറിപ്പോണം. അവരും കഷ്ടപ്പെട്ടാണ് കയറി വേണ്ട. ആ ഒരു വൈബ് അടിപൊളിയല്ലേ കയറി വരാനായിട്ട്. തളർന്നു. ഇടുപ്പി കൈ കൊടുത്തു കഴിഞ്ഞാൽ തളർന്നെന്നാണ് അർത്ഥം. ഇടുപ്പി കൈ കൊടുത്ത. ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളൂ നമ്മൾ ആ വെയിറ്റ് ചെയ്ത ആ ഒരു കിടില സ്പോട്ട് കാണാനായിട്ട്. ഞാൻ പറഞ്ഞില്ലേ മാവ്, അത് ഇതാണ്. ഇതിൽ മാങ്ങ ഭാഗ്യം ഒന്നും കാണാനില്ല, മാങ്ങയില്ല കേട്ടാ. പോയി ഒരാഴ്ചക്ക് മുമ്പ് വന്നപ്പോൾ മാങ്ങ ഉണ്ടായിരുന്നു. ഒരാഴ്ചക്ക് വന്നപ്പോൾ ശരിക്കും മാങ്ങ ഉണ്ടായിരുന്നില്ലേ. ഇത്തവണ മാങ്ങയില്ല. ആദ്യം തന്നെ കൈതാ 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 നോക്കി നോക്കി കയറിക്കോ. കയറി വാ മകദേവാ. അപ്പൂജേ എന്തുവാണ് ഞാൻ ഷാക്കാനും കൊടുത്തിട്ട്. അതായത് റൈറ്റിൽ പോയ ഒരു കുന്ന്, ലെഫ്റ്റിൽ പോയ ഒരു കുന്ന്, അങ്ങനത്തെ ഒരു സ്പോട്ടിലാണ് നമ്മളിപ്പോൾ അതായത് എത്തിയിരിക്കുന്നത്. ആണോ, ഇത് ഒരു സ്പോട്ട്. ഇതുവഴി മുകളിൽ കയറിയ ഒരു സ്പോട്ട്, ഇതുവഴി മുകളിൽ കയറിയ ഒരു സ്പോട്ട്. യെസ്. അപ്പോൾ നമുക്ക് വേണ്ടേ പുള്ളിക്ക് തിരിച്ചറിഞ്ഞ് പോകാം. വഴി തെറ്റായിരിക്കാൻ വേണ്ടി അടയാളം വെക്കുന്നത്, കല്ല് പറക്കി വെക്കുന്നത്. പെട്ടെന്നാവട്ടെ പെട്ടെന്നാവട്ടെ. യെസ്. തളർന്ന് ക്ഷീണിതായിരിക്കുന്ന മിലാബായ്, കാട്ടുമുപ്പത്തിയായിട്ട് നിൽക്കുന്ന എന്റെ പെണ്ണും പിള്ള, വനവാസനായി. അനൂപ് ഹായ്. അനൂപ് ആദ്യമായിട്ടല്ലേ ഇവിടെ പറഞ്ഞേ. അനൂപ് ഷാനു ഒരുമാതിരിപ്പെട്ട എല്ലാവരും ആദ്യമായിട്ടാണല്ലേ. ഇതിൽ 4 പേര് ആദ്യമായിട്ട് വരുന്നതാണ്. അനൂപ്, ഷാനു, ഗോപിക, സന്തോഷ് ബ്രോ. ഇവര് മാത്രം ആദ്യമായിട്ട് വരുന്നത്. നെട്ട ഡാമിന്റെ വ്യൂ ആണ് ഈ കാണുന്നത്. എങ്ങനെയുണ്ട്? ഒരു വ്യൂ. ഇനിയാണ് കാണാൻ കിടക്കുന്നത്. അതിൽ ഒന്നാണിത്. കണ്ടാ, നമ്മുടെ സ്വന്തം നാട്ടില് ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടായിട്ട് അറിയില്ല. കണ്ടാ ആ വ്യൂ കണ്ടാ, അതാണ്. മൂന്നാറെന്നോ കൊടൈക്കനാലെന്നോ. അപ്പൊ അടുത്ത വ്യൂ കാണാൻ നമുക്ക് പോവാം. ഞാൻ ക്യാമറ ഓൺ ആക്കില്ല കേട്ടാ. അപ്പൊ എല്ലാരും ചിരിച്ചില്ലേ? ഞാൻ ഓണാക്കി. ആടാലും അവന് കിട്ടിയേ. അങ്ങനെ 2 കുട്ടികൾ ഇവിടെ താഴ്ന്നിരിപ്പുണ്ട്. നമുക്ക് 3. അപ്പൊ അതിൽ പരിചയപ്പെടാം. ഇത് പേരെന്താ? വാടേ ആദിത്യൻ. കുട്ടിയുടെ പേരെന്താ?
ജാനിക്കുട്ടി. യെസ് ജാനി. യെസ്. ആ നമുക്ക് ഈ മുതുക്ക് കുട്ടിയുടെ പേര് ഋഷി. ഓക്കെ അതാണ്. ആ അത് തന്നെണ്ടാ, അവിടെ നല്ല മഞ്ഞുണ്ട് കേട്ടാ. ഓക്കെ എന്തായാലും നമുക്ക് മേളിലോട്ട് പോവാം. ഒന്നുകൂടെ ആരെ വിളിക്കും? ടൂട്ടു. ഇത് നമ്മൾ ഇപ്പുറത്തെ മലയിൽ കയറുമ്പോഴുള്ള ഒരു വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. കണ്ടോ, ഇവിടെ കയറി കഴിഞ്ഞാൽ ഒരു മൈതാനം പോലെ കാണാം താഴെ. ഓക്കെ, ഇനി ഇതിന് കുറച്ച് മുകളിലോട്ട് പോയിട്ട് ഒരു വ്യൂ ഉണ്ട്, അത് കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ നടന്ന് നമ്മൾ വന്ന ഒരു മലയുടെ ടോപ്പ് എത്താറായിട്ടുണ്ട്. അപ്പോൾ ഈ ടോപ്പിലെത്തിയിട്ട് ഇതിന് ഓപ്പോസിറ്റുള്ള വ്യൂ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ വരുമ്പോഴുള്ള വ്യൂ കാണിച്ചു തരാം. ഇങ്ങനെ വന്ന് ഇങ്ങനെ നടന്നു പോകാനുള്ളൊരു വഴിയുണ്ട്. ആ ഒരു എൻഡിൽ പോകുമ്പോഴാണ് എൻ്റെ പൊന്നെ ഈ ലോകം മൊത്തവും നമ്മുടെ താഴെ കാണാം. ഈ വരുന്ന വഴികളിലൂടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതേടെ ഇതുപോലെ കാണാം. സ്വർഗമാണ് ഷാനേ, സ്വർഗം. കണ്ടാ അവിടെ. യെസ്, ഇങ്ങനെ ഒരു കിടില സ്പോട്ട് നമ്മുടെ സ്വന്തം നാട്ടിലുണ്ടായിട്ടും വന്ന് ആസ്വദിക്കാത്തവർ ഇനിയും ഉണ്ടാകും. യെസ്. ആ താഴെ പോവാം, അല്ല ഇവിടെ ഇരിക്കാം. എവിടെ ഇരിക്കാം? എവിടെ ആണെങ്കിലും ഇരിക്കാം. അങ്ങ് പോവാം. ആ അത് ശരിയാണ് കേട്ടാ. ആ അത് ശരിയാണ്. ലൈവ് അല്ലെങ്കിൽ ലൈവ് ഇട്ടാല പോസ്റ്റ് ആവണ്ട്. പക്ഷേ ആയിക്കോളാം എന്നാ. ഓക്കെ. അങ്ങനെ നമ്മുടെ മലയുടെ ടോപ്പിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എന്റെ പെണ്ണുപിള്ള, കൂടെ ഇരിക്കുന്നത് ജാനിക്കുട്ടി. യെസ്. അപ്പൊ നമുക്കിനി ഫുഡ് കഴിക്കാം. ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് ചെറിയൊരു പരിപാടി ഉണ്ട് അല്ലേ? യെസ്. എന്താന്നല്ലേ? സസ്പെൻസ്. ഇത് ഇവിടുത്തെ റിസോർട്ടാണ്, പണി നടന്നുകൊണ്ടിരിക്കുന്നത്. പഴയ റിസോർട്ടാണ്, ഇപ്പോൾ പുതുക്കി പണി ചെയ്യുന്നത്. നമ്മൾ ഈ കാണുന്ന വഴി അതുവഴിയാണ് നടന്ന് ആ കാട്ടിലൂടെ കയറി അവിടെ വന്നു. ഇവിടെ വന്നിട്ട് തിരിച്ചിപ്പോ ഈ സ്പോട്ടിലെത്തി. ആശാനെ, വർഷങ്ങൾക്ക് ശേഷം എങ്ങനെയുണ്ട് സ്പോട്ട്? അല്ല ഒരിക്കൽ വന്നില്ല, വർഷങ്ങൾക്ക് ശേഷം. പറഞ്ഞിട്ടുണ്ട് ചെയ്യാം. അപ്പോ എല്ലാരും വന്നിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ. നമ്മുടെ ഒരു സസ്പെൻസ്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ. അല്ല ലാമ്പ് കത്തൂല. ഇനി എല്ലാരും ഈ സൈഡ് കവർ ചെയ്തെന്നോ? ആ അത് പണി. ആ പോസിന്റെ അടുത്താണ്. അവൻ തന്നെ കത്തിക്കാൻ നേരത്തിന് ഇതില്ല, കാറ്റ് പോയി. ഇനി ഞാൻ ഒരു ഐഡിയ പറഞ്ഞിട്ടാ, എല്ലാരും ഇവിടെ കവർ ചെയ്ത് നിന്നോ. എല്ലാരും കവർ ചെയ്ത് നിന്നോ. ഇതിനകത്ത് കാറ്റ് കയറാൻ നോക്കിയാൽ എന്നാലും അണയും. കത്തിച്ചതായിട്ട് സങ്കല്പിച്ചിട്ട് ഊതിയാ മതി. അണ ഇരിക്കൂല. അങ്ങനെ അപ്പൂസിന്റെ ബർത്ത്ഡേ ആണ്. യെസ്, കട്ട് ചെയ്യൂ. കത്തി വായിച്ചില്ലേ? ഓക്കെ, കൊരവേടില്ല, കഴിഞ്ഞ കൊരവേ. ആ പോരട്ടെ. ഓക്കെ, ഇനി അപ്പൂസിന്റെ ചെലവ്. നമുക്കിനി കപ്പ കഴിക്കാം. വേണ്ട
വാങ്ങടാ ബർത്ത്ഡേ. അയ്യേ അങ്ങനെ അങ്ങനെയൊന്നും പറയാം. അതാണ് അടുത്ത് ഞാൻ കേക്ക് കിട്ടി കൊടുക്കാൻ കേക്ക് കൊടുക്കട്ടെ. സിനിമാറ്റിക് ഷൂട്ട് സിനിമാറ്റിക് ഷൂട്ട് സിനിമാറ്റിക് ഷൂട്ട്. ഓക്കെ, നമ്മളെ ബർത്ത്ഡേ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാ നിങ്ങൾക്ക് വേണ്ടി അനൂപ് ഒരു പാട്ട് പാടും. പാട്ട് പാട്, ബർത്ത്ഡേ പാട്ട്. അല്ല, ആറ്റിറ്റ്യൂഡ്. കൂട്ടുകുടുംബത്തിൻ പാട്ട് പാടിയാ ക്ലാപ്പ് ചെയ്യണ്ടേ? നല്ലൊരു പാട്ട് പാടിയ അനൂപിന് സംഘാടകരുടെ അഭിനന്ദനങ്ങൾ. വെറും കൈകൾ. ബർത്ത്ഡേ പോയി പറയൂ. അടിപൊളി, അത് പ്രതീക്ഷയില്ല. വിഷുവറ അടിപൊളി, ഹാപ്പി ബർത്ത്ഡേ. അങ്ങനെയല്ല, ഓരോ ബർത്ത്ഡേ പോലെ നമ്മൾ ആഗ്രഹിക്കില്ല. അടുത്ത ബർത്ത്ഡേ കാര്യം നടക്കണോ? എവന്റെ കല്യാണം നടന്നോ? അങ്ങനെയെങ്കിലും നിന്നെ ഞാൻ ഒഴിവാക്കും. രാത്രി ഉറങ്ങാൻ പറ്റില്ലെന്ന് ഇട്ട് കെട്ടിപ്പോടാ. അത് നടന്ന് മോളിൽ കയറിയപ്പോ മനസ്സിലായി നടക്കണ കാര്യം കേട്ടപ്പോ. അങ്ങനെ അപ്പൂസിന്റെ ആഗ്രഹം ആഗ്രഹമല്ല, അപ്പൂസിന്റെ ബർത്ത്ഡേ നമ്മൾ ചെറുതായിട്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്ത് അത് നമ്മുടെ ഈ കൂനിച്ചുമലയുടെ മേളിൽ നിന്നാണ് സെലിബ്രേറ്റ് ചെയ്തത്. അപ്പോൾ നമുക്കിനി ഫുഡ് കഴിക്കാം. ഓക്കെ, ഫുഡ് എന്താക്കിയെന്ന് അറിയണ്ടേ? കപ്പയും ചിക്കൻ പെരട്ടുമാണ്. ഈ മലയുടെ മുകളിലിരുന്ന് കപ്പയും ചിക്കൻ പെരട്ടും കഴിക്കുമ്പോൾ ആ ഉള്ളൊരു ഫീൽ ഉണ്ടല്ലോ. കഴിക്കാം. അപ്പോൾ ഇതുപോലെ വളഞ്ഞിരുന്നിട്ട് നമ്മൾ ആ ഫുഡ് കഴിക്കുന്ന ആ ഒരു ഫീല് എങ്ങനെയുണ്ട്? ഫുഡ് എങ്ങനെയുണ്ട്? നമ്മൾ വന്ന ആംബിയൻസ് എങ്ങനെയുണ്ട്? ഫുഡ് കഴിക്കുന്നത് പൊളിയല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കാം. കൈയിട്ട് വാരിയെടുക്കുക, തരിക. അനൂപ് ആരോഗ്യം യെസ് ഇല്ല ബായ് കഴിച്ച ഫോട്ടോ ആദി അപ്പൂസ് കിഷോർ ആൻഡ് ഗോപിക. ഗൈസ്, രാത്രിയുള്ള ഇറക്കമാണ്. വൈൻഡപ്പ് ഇതിന് ശേഷമാണ് ഇടുന്നത്. വൈൻഡപ്പ് നേരത്തെ എടുത്തു വെച്ചു. അപ്പോൾ ഇറങ്ങുന്ന വ്യൂ കൂടെ നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് കരുതിയാണ്. കണ്ടോ എങ്ങനെയാ? യെസ്, എല്ലാം അടിച്ച് പൊളിച്ച് കിട്ടുന്ന വൈവിലാണ് ഇറങ്ങി വരുന്നത്. യെസ്, കണ്ടോ വഴികളുണ്ടോ? അടിപൊളി. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കയറി ആസ്വദിക്കുക. നമുക്ക് ജീവിതത്തിലെ ഈ പ്രകൃതിയിലുള്ളതെല്ലാം നമുക്കിതുപോലെ ആസ്വദിക്കാനുള്ളതാണ്. അപ്പോൾ മടിച്ചിരിക്കേണ്ട അല്ലേ? കാടുകളിൽ കയറി വഴിതെറ്റി അതാ, ഇതൊരു വെറൈറ്റി നമുക്കൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ജീവിതത്തിൽ. നല്ലൊരു എന്റർടൈൻമെന്റ് ആഗ്രഹിക്കുന്നവർ ഉറപ്പായിട്ടും, എന്റർടൈൻമെന്റ് ആരാണ് ആഗ്രഹിക്കാത്തത് അല്ലേ? നല്ലൊരു വൈബാണ്. അങ്ങോട്ട് കയറിയപ്പോ ഇങ്ങനെ അങ്ങോട്ട് കയറിയപ്പോ നല്ല എളുപ്പമായിരുന്നു. അത് തന്നെ, തിരിച്ചിറങ്ങാൻ ടാസ്ക് ആയി. അങ്ങനെ കുറ്റാക്കൂരിട്ട് എന്റെ പൊന്നെ വേറെ ലെവല് കണ്ടാ. അപ്പൊ എല്ലാരും എത്തിയല്ലോ? എല്ലാരും ഉണ്ടല്ലോ? ആ ഓക്കെ. അങ്ങോട്ട് എന്റെ പൊന്നെ അങ്ങ് നോക്ക്, വ്യൂ നോക്ക്. യെസ്, നമ്മൾ അവിടെ നിന്നാണ് ഇറങ്ങി ഇനി താഴെ എത്തണം. അപ്പോ നമുക്ക് ഇറങ്ങാം. പോവാം താഴോട്ട് പോവാം. കമോൺ. കണ്ടോ, ഇതാണ് നമ്മുടെ കുഞ്ഞുട്ടി. കേട്ടല്ലോ ഗൈസ്, അങ്ങനെ നമ്മുടെ മലമുകളിൽ വന്നിട്ടുണ്ട്. കൂനിച്ചി കൊണ്ടോട്ടി മലയാണ്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടമാക്കി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോ വരുന്നവരെ ബൈ ബൈ.
Yeah!